മലയാള ഭാഷയുടെ പരിഷ്കരണത്തെ പറ്റിയാണ് ചില കാര്യങ്ങൾ നമ്മളിവിടെ ആലോചിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്ര മോശപ്പെട്ട ഭാഷയൊന്നുമല്ല മലയാളം. ലോകത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ജീവൻ ഭാഷയായിട്ടുള്ള 3000-ലധികം ഭാഷകളുടെ കൂട്ടത്തിൽ 27ാമത്തെ സ്ഥാനമാണ് മലയാളത്തിൽ. അത്ര മോശപ്പെട്ട ഒരു കാര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ലോകഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ വർണ്ണമാല മലയാളത്തിൻ്റെ. എല്ലാ ശബ്ദവും മലയാളിക്ക് ചേർക്കാൻ പറ്റും. ഇത്രയും സമ്പുഷ്ടമായിട്ടുള്ള ഒരു വർണ്ണമാല മറ്റൊരു ഭാഷയ്ക്കില്ല. അതെന്തുകൊണ്ടോ അങ്ങനെ ഒന്നും പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണ്. പക്ഷെ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകൾക്കും ഇപ്പോഴും സംശയം തോന്നുന്നത് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കാൻ എന്നുള്ളതാണ്. ലോകത്തിൽ ഒരു ദിക്കിലും അവരുടെ മാതൃഭാഷയിൽ മാത്രമായിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്നു, മെഡിസിനിലെ പല വാക്കുകളും ജർമ്മനും ഫ്രഞ്ചും ഒക്കെയാണ്. അതിൽ നിന്ന് എടുക്കുന്നതാണ്. അടുത്ത കാലത്ത് ചൈനീസും ജാപ്പാനീസും വാക്കുകൾ പോലും അതേപോലെ തന്നെ കൊണ്ട് എടുക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചകമ്പഴ കവിത പഠിപ്പിക്കുന്ന ഭാഷയിലാണ് എഞ്ചിനീയറിംഗ് കൊടുക്കുന്നത്. ആ ധാരണ ആദ്യം അങ്ങോട്ട് മാറ്റി വെക്കണം. നമ്മളുടെ വർക്ക്ഷോപ്പുകളിൽ സംസാരിക്കുന്ന ഭാഷ തന്നെയാണ്. നമുക്ക് വണ്ടി നന്നാക്കാൻ കൊടുക്കുന്നത്, കാർ നന്നാക്കാനോ മോട്ടോർ സൈക്കിൾ നന്നാക്കാൻ കൊടുക്കുന്നത് ആ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അത് മലയാളം ഉപയോഗിക്കുന്നത്. പക്ഷെ ആ മലയാളത്തിൽ അവർ പ്രയോഗിക്കുന്ന വാക്കുകൾ മുഴുവൻ മലയാളമല്ല. ആ സ്പാനർ എന്നിട്ട് എടുത്തോളൂ, ആ സ്ക്രൂ ഡ്രൈവർ എന്നിട്ട് എടുത്തോളൂ, ഈ പിസ്റ്റൺ റീവോൾവ് ചെയ്യണം എന്നൊക്കെ അവർ പറയും. ഇതൊക്കെ മലയാളം. അങ്ങനെയാണ് ഭാഷ വളരുക. ഭൗതികമായി ഉയർന്ന സംസ്കാരമുള്ള ആളുകളുടെ ഭാഷയിൽ നിന്ന് ഒരുപാട് വാക്കുകൾ ഭൗതികമായി അത്ര ഉയർന്നിട്ടില്ലാത്ത ആളുകളുടെയിലേക്ക് സംക്രമിക്കുക. അതിനാണ് വാക്കുകൾ ഒഴുകി വരിക. ഇംഗ്ലീഷുകാരൻ്റെ ചെയർ ഫ്രഞ്ച് വാക്കാണ്. ടേബിൾ ഫ്രഞ്ച് വാക്കാണ്. അൽമേറ ഫ്രഞ്ച് വാക്കാണ്. ഇംഗ്ലീഷുകാരൻ അവിടെയുള്ള സ്റ്റൂള് മാത്രമാണ്. ഇപ്പോഴത്തെ മോശം സ്റ്റൂളാണ് ഇംഗ്ലീഷുകാരനെയാണ്. അതുപോലെ തന്നെ കോംപ്ലർ, സ്മിത്ത് ഇതൊക്കെ ഫ്രഞ്ച് വാക്കാണ്. കോംപ്ലറും സ്മിത്തും ഇംഗ്ലീഷുകാരുടെ ബുച്ചറാണ് ഇവരുടെ സ്വന്തം. ഫ്രാൻസിൽ നിന്ന് ഒരുപാട് വാക്കുകൾ ഇവർ ഇങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് അത്ര ഭൗതിക സമ്പത്തൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വളരെ കുറച്ച് വാക്കുകളാണ്. നമ്മളൊരു കയറ് കൊടുത്തിട്ടുണ്ട്, ഒരു ചക്ക കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം നമ്മൾ അയ്യോ എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത അങ്ങനെ കുറച്ച് വാക്കുകളെ ഇത് കൊടുക്കാനുള്ളൂ. ഈ വാക്കുകൾ വാങ്ങുക എന്നുള്ളത് ഒരു ഭാഷയുടെ മേന്മയെ സ്വീകരിക്കുന്ന വാങ്ങുന്ന വാക്ക് മലയാളി വാങ്ങുന്ന വാക്ക് മലയാളമാക്കും. നമ്മുടെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോകുമ്പോൾ തന്നെ അവൻ ചെല്ലുമ്പോൾ ചോക്ക്, ഡെസ്ക്, ബെഞ്ച്, പെൻസില്, സ്ലേറ്റ്, ബുക്ക് ഒക്കെ അവൻ പറയും ഇതൊക്കെ ഇംഗ്ലീഷ് വാക്കാണ്. പക്ഷെ ഒരിക്കലും ആ കുട്ടിക്ക് അത് ഇംഗ്ലീഷ് വാക്കായിട്ട് തോന്നിയിരിക്കും. അത് മലയാളം വാക്കാക്കുന്നത്. ബസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കായി, ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം വാക്ക്. ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണ്, ബെഞ്ച് എന്ന് പറഞ്ഞാൽ മലയാളം വാക്ക്. ടിയൂഷന്മാരാൽ മലയാള ശൈലിയിൽ അദ്ദേഹം മനോഹരമായിട്ടൊരു വാചകം ഉദ്ധരിക്കുന്നുണ്ട്. മാരാനൊരു വാചകം എഴുതിയിട്ടുണ്ട്. ബ്രദറിൻ്റെ വൈഫിനെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇത് വാചകം
ഇത് കേട്ടാൽ ഒരു സാഹിത്യത്തിന് ഒന്നും മനസ്സിലായി. അതിലെല്ലാ വാക്കും ഇംഗ്ലീഷാണെങ്കിൽ പോലും, പക്ഷേ മലയാളിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ മറ്റ് ഭാഷയിൽ നിന്ന് എടുക്കുന്ന വാക്ക് മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അർത്ഥമാണ്. അങ്ങനെ വന്നൊരു പറയാൻ കാരണം നമ്മളൊരു 10-50 കൊല്ലമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് വിത്തൗട്ട്. വിത്തൗട്ട് എന്ന് കേട്ടാൽ സാഹിത്യത്തിന് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ മലയാളിക്കൊക്കെ മനസ്സിലാവും. കംപ്ലീറ്റ് അർത്ഥം മാറിയിട്ട് തീരുന്ന മട്ടിലാണ്. ഈ മലയാളത്തിലെ വർണ്ണമാലയുടെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ഇത് പറയാനൊരു കാരണം, ഇപ്പം നമ്മളുടെ ഇവിടെ വരുന്ന ബംഗാളികളും UP-ക്കാരും ഒക്കെ ആയിട്ടുള്ള തൊഴിലാളികളുണ്ടല്ലോ, അവർ 10-12 കൊല്ലം കേരളത്തിൽ താമസിച്ചിട്ടുണ്ട്. മലയാളമൊക്കെ അവർക്ക് കേട്ട് മനസ്സിലാവും, സംസാരിക്കും. പക്ഷേ അതിനുള്ള ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ മലയാളി അല്ലാതെ മലയാളി അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നേരെ മറിച്ച് ബീഹാറിലോ പഞ്ചാബിലോ പോകുന്ന മലയാളി അവരുടെ കൊളോക്കിയൽ ഹിന്ദിയും പഞ്ചാബിയും സംസാരിച്ചാൽ തിരിച്ചറിയാൻ പറ്റില്ല. ആ നാട്ടുകാർ സംസാരിക്കുന്ന പോലെ തന്നെയാണ് എല്ലാ ശബ്ദവും. ഇപ്പം ഇംഗ്ലീഷുകാരന് എ എന്ന് എഴുതി കഴിഞ്ഞാൽ ചില ദിക്കിൽ ഏകാരം ആണ്, ചില ദിക്കിൽ അകാരം ആണ്. ഐ എന്ന് എഴുതിയാൽ ഇംഗ്ലീഷുകാരൻ ചില ദിക്കിൽ ഐ എന്ന് ഉച്ചരിക്കും, പല ദിക്കിലും ഇ എന്നാണ് ഉച്ചരിക്കും. മലയാളിക്ക് ഇതിനൊക്കെ പ്രത്യേകം രീതിയുണ്ട്. ഐക്ക് അതിൻ്റെ ഈക്കുണ്ട്, എക്കുണ്ട്, ആക്കുണ്ട്, ഇതെല്ലാത്തിനും നമുക്ക് പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഫ്രഞ്ചിന് മാത്രമാണ് എൻ്റെ ഒരു പരിമിതമായ വായന അറിയുന്ന ഴ എന്നുള്ള ശബ്ദമുള്ളൂ. മറ്റ് യൂറോപ്യൻ ഭാഷകളിലൊന്നും ഴ ശബ്ദമില്ല. അവർക്ക് ഉച്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഴ. നമുക്കെന്താ ബുദ്ധിമുട്ട്? ഏതാണോടമ്പൻ്റെ പാമ്പഴി വഴക്കവും നമുക്ക് വഴക്കും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്കൊരു കുഴപ്പമില്ല. ഈ ഴ എന്നുള്ള ശബ്ദം അത് ഒരുപാട് സമ്പന്നമായ ഒരു വർണ്ണമാല ഉള്ളതുകൊണ്ട് ഏത് ശബ്ദവും പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ലോകഭാഷകളുടെ കൂട്ടത്തിൽ തലയുയർത്തി നിൽക്കാം. എന്നാൽ എല്ലാ ശബ്ദവും നമുക്ക് പറ്റും. നമ്മളുടെ ലിപി പരിഷ്കരണത്തെ പറ്റി ആലോചിക്കുന്നു. നമുക്ക് വേണ്ടാത്ത എല്ലാ ലിപികളും വേണ്ട എല്ലാ ലിപികളില്ല. ഞാൻ ഉദാഹരണം ഇത് പണ്ട് തുടങ്ങി 1912-13 മറ്റേ അപ്പണ്ടമ്പലാണ് ലിപി പരിഷ്കരണം എന്നൊരു ലേഖനം എഴുതി. അക്കാലത്ത് അദ്ദേഹം ഇത് ആലോചിച്ചിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിന് മുമ്പ് എങ്ങനെ മലയാളത്തിൽ ലിപിയെ പരിഷ്കരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കുറച്ച് എക്സാജറേറ്റ് ചെയ്താണ് ഇത് കാര്യം പറഞ്ഞത്. നമ്മളിങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ക എന്ന് എഴുതിയൊരു വള്ളി ഇടും, ടി എന്ന് ഉച്ചരിക്കും. തമ്പുരാൻ ചോദിക്കുന്ന ഈ വള്ളി ഇടുന്നതിന് ഈ ആണെങ്കിൽ പിന്നെ ഇതിന് ഈ എന്നൊരു അക്ഷരം ഇട്ടാൻ പറ്റും, ഊ എന്നുള്ളതിന് കുതിപ്പിട്ടാൻ പറ്റും. അത് നമുക്ക് നമ്മളുടെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ നിന്ന് യുക്തിയുണ്ടായില്ല, പക്ഷെ നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വലിയ വ്യത്യാസം വരും. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഋ എന്നുള്ള അക്ഷരം നമ്മൾ വൃഷം, കൃപ എന്നൊക്കെ എഴുതുന്ന പോലെ റാ എഴുതി ഇങ്ങനെ കുറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ വായിച്ചു? വൃഷം എന്നുള്ളതിന് ഇങ്ങനെ വാ എഴുതി താഴെ ഒരു കുരിപ്പാണല്ലോ. കൃഷി എന്നുള്ളതിന് കായ എഴുതി ഇങ്ങനെ എഴുതുക. റാ എഴുതി എങ്ങനെ ആ കുരിപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ വായിക്കും? ഋ തന്നെ വായിക്കാൻ പറ്റും. ഋഷി, ഋഗ്വേദം, പിന്നെ എനിക്ക് വളഞ്ഞു കെട്ടി പാമ്പ് പഠിച്ച് കിടക്കുന്ന പോലെ അക്ഷരം അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉച്ചാരണം വേണം കൃത്യമായിട്ട് ഇതിന് വരും. അപ്പോൾ ആ അക്ഷരം ഒഴിവാക്കാം. പക്ഷെ നമുക്ക് ഇല്ലാത്തൊരു ശബ്ദമുണ്ട്, ഫ എന്നുള്ള ശബ്ദം. ഇപ്പം നമുക്ക് ഒരുപാട് വാക്കുണ്ട്. ഫോൺ, ഫാൻ, ഫണ്ണി, ഫൾക്രം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഫ നമുക്കില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ഫ ആണ് എഴുതുക. എന്നിട്ട് ചില അതിൻ്റെ മീതെ ഒരു ചന്ദ്രകല ചിഹ്നം കൂടി. എന്തിനും നമുക്ക് ഫാമേ ഉള്ളൂ. ആ ലിപിയെ വിളിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഫ് തന്നെ എടുത്താൽ മതി. ഇപ്പോഴത്തെ ഒരു കെട്ടുപള്ളി എഫ് എഴുതി ഇപ്പോഴത്തെ എടുത്താൽ ഫോ. ആദ്യം നമുക്ക് ഇതെൻ്റെ ഒരു അക്ഷരമാണ് എന്ന് തോന്നും. മലയാളത്തിൻ്റെ രീതിയിൽ ഒരു ലിപി ഉണ്ടാക്കിയെടുക്കണമെന്നതിന് വിഷമമൊന്നുമില്ല. ഈ മലയാളത്തിൻ്റെ ലിപിയുടെ ഒരു പ്രത്യേകതയില്ല. ഇംഗ്ലീഷുകാരനൊന്നല്ല, യൂറോപ്പിലെ എല്ലാ ഭാഷകളിലും തന്നെ
അവരുടെ പല ലിപികളും ചില ലിപികളെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടുവരണം. എക്സ് സ്ട്രെയിറ്റ് ലൈനാണ്, വൈ സ്ട്രെയിറ്റ് ലൈനാണ്, ഇസഡ് സ്ട്രെയിറ്റ് ലൈനാണ്, എ സ്ട്രെയിറ്റ് ലൈനാണ്. മലയാളിക്ക് ഋജുരേഖ കൊണ്ട് വരയ്ക്കുന്ന ഒരക്ഷരമില്ല. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് എഴുതി പഠിപ്പിക്കുന്നത് അതിൻ്റെ ആശാനാണ് ഈ ഇങ്ങനെ എങ്ങനെയൊക്കെ വളയാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളർന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എഫ് എന്നുള്ള അക്ഷരം അങ്ങനെ എഴുതിക്കുന്നു. ഇംഗ്ലീഷിൽ എപ്പോഴും ഉപയോഗിച്ചാൽ എഫ് എഴുതി താഴെ ഇങ്ങനെ ഇട്ടിട്ട് ഫാൻ ത്യാഗം എന്നുള്ള എഴുതുന്നത് പറഞ്ഞിട്ട് ഫാൻ എഴുതി വായിച്ചു. ആദ്യം ഒരു തവണ കാണുമ്പോൾ എന്തൊരു അക്ഷരമാണ് എനിക്ക് തോന്നി. അതേപോലെ തന്നെ പ്രയോഗങ്ങളിൽ നമ്മൾ ഭൂതകാലത്തെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു, ചെയ്യുന്നു എന്നുള്ള ക്രിയകളാണ് ഉപയോഗിക്കുന്നത്. ഫിറ്റ് ചെയ്തു, വെൽഡ് ചെയ്തു എന്നൊക്കെയാണ് ഉപയോഗിക്കുക. പണ്ട് കൃഷ്ണവാരി സാർ ചോദിക്കേണ്ടായിരുന്നു, എൻ വി കൃഷ്ണവാരി സാർ ഒരു ചർച്ചയിൽ അദ്ദേഹം ഇതിലിങ്ങനെ ഉപയോഗിക്കുന്നത് ഫിറ്റി വെൽഡി. ആദ്യം കേൾക്കുമ്പോൾ ഈ ഫിറ്റി വെൽഡി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഫിറ്റ് ഉറച്ചില്ലായിരുന്നു. ഫിറ്റ് ചെയ്യുന്നു, വെൽഡ് ചെയ്യുന്നു, ഫിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പം നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ ആ മെസ്സേജ് പോസ്റ്റ് എന്ന് പല രീതികളും വരുന്നുണ്ട്. പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പോസ്റ്റ് ചെയ്യാവാമെങ്കിൽ ഫിറ്റ് ചെയ്യുന്നു. അത് ക്ലാസ്സിൽ അത് കൃഷ്ണവാരി സാർ പറഞ്ഞപ്പോൾ രസമായിട്ടാണ് കൃഷ്ണവാരി സാർ ഇത് പറഞ്ഞത്. നമ്മളങ്ങനെ ക്രിയാപദങ്ങളോടുകൂടി ഈ ചെയ്യുന്നു എന്ന് ചേർക്കാണ്ട് അത് മറ്റുപോലെ ഓടുന്നു, ഓടി എന്ന് പറയുന്ന പോലെ ഫിറ്റ് ചെയ്യുന്നു, ഫിറ്റി, ചാടുന്നു, ചാടി, വെൽഡ് ചെയ്യുന്നു, വെൽഡി, അങ്ങനെ പോലെ ഇത് ചോദിച്ചു. അപ്പോൾ സദസ്സിൽ ഉണ്ടായിരുന്ന പൊൻകുന്നമ്മക്ക് എഴുന്നേറ്റ് ചോദിച്ചു, വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതി. സാധാരണ എല്ലാ ആളുകൾ പരിശ്രമിക്കുന്നത് സാർ യാതൊരു കുഴപ്പമില്ലാതെ ചാണ്ടുന്നു എന്നുള്ളതിൻ്റെ ഭൂതകാലം ചാണ്ടുന്നു ചാണ്ടി ചാണ്ടിയില്ലാത്ത എന്ത് പ്രത്യേകത വച്ചിട്ടുണ്ട് സാധാരണ ചോദിക്കണ്ടേ. ഇത് ക്രിയാപദങ്ങളിലായാലും ചിഹ്നങ്ങളിലായാലും ഒക്കെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി അത് സമീപിക്കുക എന്നതാണ്. ഇതിൽ വരുന്നൊരു വലിയ ബുദ്ധിമുട്ട്, നമ്മളുടെ ഓരോ പത്രക്കാരനും അവൻ്റേതായ ഒരു സ്റ്റൈൽ ബുക്കുണ്ട്. മാതൃഭൂമിക്കാരന് അവൻ്റെ ലിപികളുടെ ഒരു സ്റ്റൈൽ ബുക്കുണ്ട്. മനോരമക്കാരൻ്റെ ഒരു സ്റ്റൈൽ ബുക്കുണ്ട്. ദേശാഭിമാനിക്കാരൻ്റെ ഒരു സ്റ്റൈൽ ബുക്കുണ്ട്. ഇതിലവർ വിട്ടുവീഴ്ചയില്ല. ഞങ്ങളുടെ ആണ് കേരളം എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിഫോമിറ്റി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമിക്കാരൻ സന്തോഷമാണ്. എല്ലാം മറ്റവരൊക്കെ ഞങ്ങളുടെ സ്വീകരിച്ചോട്ടെ, വിരോധമില്ല. അതാണ് സ്ഥിതി. ഇതിന് ചെയ്യുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം തന്നെ നടത്തുന്നത്. ഇപ്പം നടുവട്ടം ഗോപാലകൃഷ്ണനെ പോലെയോ വേണുഗോപാല പണിക്കരെ പോലെയോ നമ്മുടെ തല മുതിർന്ന ഭാഷാശാസ്ത്രജ്ഞന്മാർ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ട് ഒരു ലിപി സമ്പ്രദായം ഉണ്ടാക്കി. എന്നിട്ട് ആ ലിപി സമ്പ്രദായം സർക്കാരിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ടെക്സ്റ്റ് ബുക്കുകളിലും അക്കാഡമിയുടെ പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ അത് ചേർക്കുക. കുറച്ചൊക്കെ എടുത്തൊരു പാദ്യമൊക്കെ കാണിക്കും. അത് കേട്ടില്ല എന്ന് വെച്ച് ഇതുങ്ങൾ എഴുതിയാൽ 5 കൊല്ലം കഴിയുമ്പോൾ ഈ പത്രക്കാരനൊക്കെ അരിവിച്ച് വെക്കും. കാരണം അവനിത് വിറ്റിട്ട് വേണം കഴിയൂല. നമ്മൾ ജനാധിപത്യമായിട്ട് മാതൃഭൂമിയും മനോരമയും കൂടി ലിപി വിന്യാസത്തിൻ്റെ ഒരു ഐകരൂപ്യം ചർച്ച ചെയ്തുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നടപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പം തുടങ്ങി നമ്മൾ സ്കൂളുകളിൽ ഗവൺമെൻറ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 കൊല്ലം കൊണ്ട് വായനക്കാരൻ ആ ലിപി അറിയുന്നു, പത്രക്കാരൻ ആ ലിപി സ്വീകരിക്കാൻ ബാധ്യസ്ഥനായി മാറിയിരിക്കും. അത്തരം ചില മെഷർമെൻറ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ഇതിന് യൂണിഫോമിറ്റി ഉണ്ടാവുള്ളൂ. പലപ്പോഴും എന്ത് വികലമായ തർജ്ജമകളാണ് പത്രഭാഷയിൽ കണ്ടെത്തുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ എനിക്ക് പ്രശ്നം, നമുക്ക് പങ്ക്ച്വേഷൻസിനെ പറ്റി ഒരു വിവരമില്ല. എവിടെയാണ് കോമ ഇടുന്നത്, എവിടെയാണ് സെമിക്കോളൻ ഇടുന്നത്, ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സർക്കാർ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പരസ്യം, കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങി വോട്ട് ചെയ്യാതിരിക്കുന്നു. അവരടിച്ചു തരുന്നത് സർക്കാർ നമ്മളോട് എന്താ പറയുന്നത്? കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങി വോട്ട് ചെയ്യാതിരിക്കും.
അതിനായിക്കോട്ടെ പാപ അവിടെ ഇട്ടാണ് കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങി വോട്ട് ചെയ്യാതിരുവീൻ. അവൻ ഉദ്ദേശിച്ചത് കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങാതെ വോട്ട് ചെയ്യുവിൻ എന്നാണ്. അങ്ങനെ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞത്. കുറച്ചു കാലം മുമ്പ് ഒരു ആലുവ ബസ് സ്റ്റാൻഡിലൊരു ബോർഡ് കണ്ട അതിൻ്റെ പോകുമ്പോൾ ഞാൻ ചിരിക്കും. മൂത്രം ഒഴിക്കുന്ന ശിക്ഷാർഹം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ഇവിടെ ഒന്നുമില്ല. അതിന് മറ്റൊരു ഭാഗത്ത് ഒരു പ്രത്യേകത കൂടി വന്നു. ഒന്നും കൂടെ ചിരിക്കാം. നിങ്ങൾ നിരീക്ഷണ ക്യാമറയുടെ ദൃഷ്ടിയിലാണ് ഈ ജാതി പണിയാണ് വെക്കുന്നത്. വേണ്ട, നമ്മൾ ഈ സെൻറ് തോമസ് കോളേജിൻ്റെ മുമ്പിലുള്ള റോഡിൽ ആ റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ജനറൽ ഹോസ്പിറ്റലുണ്ട്. ആ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ആയിട്ട് ബോർഡുണ്ട്, തൃശ്ശൂർ ജില്ലാ ക്ഷയരോഗ കേന്ദ്രം. ഇപ്പോഴും തൃശ്ശൂർ ജില്ലാ ക്ഷയരോഗ കേന്ദ്രം. അങ്ങനെ ഒരു കേന്ദ്രം ലോകത്തിൽ വരെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ അമ്പാക്കാട് ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ഒല്ലൂരെ ഒരു വൈദ്യശാല ഉണ്ടല്ലോ, അവരുടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് ഇങ്ങനെ വീതിയിൽ വെക്കാനൊരു സ്ഥലമില്ല. അത് കാരണം കുത്തനെ വെച്ചത്. അപ്പോൾ വൈദ്യശാല എന്നുള്ളതിന് വൈ 2 കെട്ടുപുള്ളി മുകളിൽ താഴെയാണ് എഴുതിയിരിക്കുന്നത്. അത് കാണാൻ നിങ്ങൾക്ക് അവിടെ അതൊരു അക്ഷരം വരാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിസ്സാരങ്ങളായിട്ടുള്ള തെറ്റുകളാണ് എന്ന് നമുക്ക് തോന്നും. കാരണം പഴയ തലമുറയിൽ പഠിച്ചു വന്ന് നമുക്ക് ഇതിൻ്റെ തെറ്റ് മനസ്സിലാവും. പക്ഷെ പുതിയ തലമുറയിലും ചെറിയ കുട്ടി വിചാരിക്കുന്നത് ഇതാണ് ശരിയെന്നാണ്. അതാണ് നമുക്ക് വരുന്ന വാട്സാപ്പുകൾ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആദരാജ്ഞലികളുടെ ബഹളമാണ്. ആദരാജ്ഞലി ആദരാജ്ഞലി തെറ്റ് നിസ്സാരമാണ്. മാത്രമല്ല ഈ നമ്മൾ പറഞ്ഞല്ലോ ഫാക്ക് ഒരു പ്രത്യേക ലിപി വേണം. ഫാന്ന് അത് ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം. ഫ ഫ ഈ 2 അക്ഷരം. ഫ എന്ന് പറയുന്ന അക്ഷരത്തിൽ ചുണ്ടുകൾ കൂട്ടിമുട്ടുകൾ ചെയ്യും. ഫ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ അകലുകൾ ചെയ്യുക. അതാണ് അതിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം. അപ്പം വന്ന് മറ്റേ ഭാഗ്യ കൂടി ഈ ഭാര്യ അങ്ങനെ പറയുന്നുണ്ട്. ഭാര്യ ഇനിയും മരിക്കാത്ത ഭൂമി. ആ കവിതയുടെ അന്തസ്സം മുഴുവൻ ഒറ്റ തൊഴിലൂടി ഇനിയും മരിക്കാത്ത ഭൂമി. അതിൽ രസായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയോട് ഞാനും ശങ്കരനും കെ പി ശങ്കരനും. അപ്പോൾ ആ കുട്ടി ഫുല്ലാബ്ജത്തിന് രമ്യതയ്ക്ക് കുറവോ എന്നുള്ളത്. എന്താ വാക്ക്? ഫുല്ലാബ്ജം ഫുല്ലാബ്ജം അത് മനസ്സിലാക്കണം. ശങ്കരൻ പറഞ്ഞു അത് ഫുല്ലാബ്ജം അല്ല, ഫുല്ലം വിടർന്നത് എന്നാണ് അർത്ഥം. ഫുല്ലാബ്ജം എന്നാണ്. ഇതിനപ്പോഴും ഫുല്ലാബ്ജം തന്നെ. എന്നിട്ട് ആ കുട്ടി വിശദീകരിച്ച് ഫുള്ളായിട്ട് വികസിച്ചതാണ്. എന്താ പറയുന്നത്? ഇങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വിവർത്തനത്തെ പറ്റി പറയുമ്പോൾ വിവർത്തനത്തിൻ്റെ ഭംഗി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലത് നമുക്ക് വിവർത്തനം ചെയ്യാൻ പറ്റില്ല. വിവർത്തനം ചെയ്യാൻ പറ്റാത്ത വരികളുണ്ട്. അപ്പം അതിൻ്റെ കണ്ടന്റ് മാത്രം എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ മുമ്പ് എനിക്ക് വൈലപ്പള്ളി മാഷോട് ചോദിച്ചു. മാഷ കുറച്ച് കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നു. മാഷായത് കാരണം കൃത്യം ആദ്യത്തെ റിയാക്ഷൻ. അപ്പോൾ ഒരുപാട് കാശ് കിട്ടുമല്ലേ? ഞാൻ പറഞ്ഞു അതെനിക്കറിയാൻ പോയി. ചെയ്തു. എന്നാൽ തനിക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇംഗ്ലീഷ് അത്ര വാങ്ങിയിട്ടൊന്നുമില്ല. മാഷ കവിത ഒട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല. മാഷ 1 തരം ഇംഗ്ലീഷ് എഴുതും. മാഷക്ക് തന്നെ ചെയ്തൂടെ? ഞാൻ 2-3 പേരുടെ പേര് പറഞ്ഞു. വിഷ്ണുനാരായണനോട് പറഞ്ഞിട്ടുണ്ട്. കുമാരവിള സാറിനുള്ള കാലമാണ്. ജി കുമാരവിള സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ പിന്നത്തെ ആഴ്ച ഞാൻ കണ്ടപ്പോൾ മാഷ് പറഞ്ഞു തർജ്ജമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം എന്നോട് ചോദിച്ചത് പുളിയല നേർക്കര മുണ്ട് മുടക്കി പൂവ് നിറച്ച അമ്മാണു എന്ന വഴി എങ്ങനെ? ഈ പുളിയല നേർക്കര മുണ്ട് മടക്കി പൂവ് നിറച്ച അമ്മാണു എന്നുള്ള വഴി മലയാളത്തിൽ മാത്രമേ പറ്റില്ല. ലോകത്തിൽ ഒരു ഭാഷയിലും അത് തർജ്ജമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ
അർത്ഥം മാത്രം എഴുതുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പണ്ടൊക്കെ പത്രങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറി ട്രൂ ട്രാൻസ്ലേഷൻ ആയിട്ട് വരികയാണ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും ഇംഗ്ലീഷും അറിയാൻ പാടില്ല, മലയാളം അറിയാൻ പാടില്ല എന്നുള്ളത് എളുപ്പമാണ് എന്നുള്ളതാണ്. വാണ്ടഡ് സെയിൽസ് ഗേൾസ്, വിൽപ്പനയ്ക്ക് പെൺകുട്ടികളെ ആവശ്യമുണ്ട് കണ്ടുകഴിയുന്നുണ്ട്. അതാനുവാദ പരിഭാഷയാണ്. ഇനി ഈ ഡെസ്കിൽ നിന്ന് വേണ്ടത്ര പണിയെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഓരോ പത്രങ്ങളും വികടമായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നത്. മറ്റൊരു ഉദാഹരണം, നമ്മളെല്ലാ പത്രങ്ങളിലും വായിക്കുന്നു. ഈ എഴുതുന്നതിൻ്റെ എന്തർത്ഥമാണ് വായിക്കുന്നവൻ മനസ്സിലാക്കുന്നതിനെ പറ്റി ആലോചിക്കാതെയാണ് നമ്മളുടെ ഭാഷ പോകുന്നത്. പിടികിട്ടാ പുള്ളിയെ പിടിച്ചു, എല്ലാ കൊല്ലവും പത്രത്തിൽ, പല ദിവസവും പത്രത്തിൽ കാണുന്നൊരു വാചകം. പിന്നെ ഇങ്ങനെയാണ് പിടികിട്ടാ പുള്ളിയാണ്, പിടികിട്ടാ പുള്ളിയെ പിടിച്ചു പത്രം എഴുതി. പിടികിട്ടാതിരുന്ന പുള്ളിയെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് മതി, ഇത് ശരിയാണെന്ന വിചാരം. പിടികിട്ടാ പുള്ളിയെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്നുള്ളതാണ്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ക്ലാസ്സിൽ നിർത്തി, കോമണായിട്ട് വരുന്ന ഒരു തെറ്റാണ്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇത് പറയും. ഈ വിശേഷണം എവിടെ ചേർക്കണം? ചേരാ ബാഹ്യവിശേഷണം എന്ന് കേരളവാണിക്കാരും പറയുന്നു. പക്ഷേ ഈ വിശേഷണം എവിടെ ചേർക്കണം എന്നുള്ളത് അറിയാത്തതുകൊണ്ട് പല ദിക്കിലും പത്രക്കാരൻ എഴുതുന്ന അർത്ഥമല്ല പത്ര വായനക്കാരൻ മനസ്സിലാക്കും. അയൽക്കാരൻ പൗലോസിന്റെ കൂടെ ചാടിപ്പോയ ഗോപാലൻ നായരുടെ മകൾ തിരിച്ചു വന്നു. ആരാ ചാടിപ്പോയത്? ഗോപാലൻ നായരാണോ ചാടിപ്പോയത്? ഗോപാലൻ നായരുടെ മകൾ ചാടിപ്പോയി എന്നാണ് പത്രക്കാരനെ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ വായിക്കുന്ന ആൾ മനസ്സിലാക്കുക ഗോപാലൻ നായർ അയൽക്കാരൻ പൗലോസിന്റെ കൂടെ ചാടിപ്പോയി എന്നുള്ളത്. ഇതൊക്കെ സിമ്പിളായിട്ട് തിരുത്താവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ ഡെസ്കിൽ, പത്രങ്ങളുടെ ഡെസ്കിലേക്ക് വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ ക്ലാസ്സുകളിൽ കോമ്പസിഷൻ എഴുതാത്തതുകൊണ്ടാണ്. പഴയ കാലത്തൊക്കെ ക്ലാസ്സുകളിൽ കുട്ടികളെ കൊണ്ട് കോമ്പസിഷൻ എഴുതിച്ചിട്ടുണ്ട്, അതിൻ്റെ തെറ്റ് തിരുത്തിയിരുന്നു. ഇപ്പോൾ അതില്ലാത്തത് കാരണം അതിനിത്രയും ദൃശ്യം ഭാഷയുടെ നേരിട്ട് ആശയം മനസ്സിലായ പോരെ എന്നാണ് ചോദിക്കുന്നത്. ആശയം മനസ്സിലായ പോരാ, അത് വളരെ കൃത്യമായ മട്ടിൽ തന്നെ നമ്മൾ ചെയ്യണം. 5 കൊല്ലം മുമ്പ് മലബാറിൽ ഒരു കുട്ടിയെ ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിച്ച കുട്ടി മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു സ്കൂളൊക്കെ നന്നാക്കിയതിന് ശേഷം അവിടുത്തെ DO ഇറക്കിയൊരു കൽപ്പനയുണ്ട്. അതെനിക്ക് വാട്സാപ്പിൽ ആൾ അയച്ചു തന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് അധ്യാപകർ തേള്, പാറ്റ, പഴുതാര തുടങ്ങിയ ക്ഷുദ്രജീവികൾ ക്ലാസ്സിൽ ഇല്ലാതെ ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? ഏതൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സിൽ വരാവുന്ന ക്ഷുദ്രജീവികൾ? പാമ്പ്, തേള്, അധ്യാപകർ, പാറ്റ തുടങ്ങിയ ഈ ക്ഷുദ്രജീവികളെ ക്ലാസ്സിൽ എത്തുന്നത് അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ആ കിട്ടിയ വാട്സാപ്പ് ഞാൻ പകർത്തി അന്നത്തെ ചീഫ് സെക്രട്ടറി അയച്ചു കൊടുത്തു. ഇങ്ങനെ കൽപ്പന വന്നിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ ആളുകളെ പിരിച്ചു വിടും എന്നറിയാറില്ലല്ലോ. അയച്ചു ഇങ്ങനെ എനിക്ക് മറുപടി അയച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് മതി. ഈ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കും, കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ പുസ്തകം നോക്കുമ്പോൾ രസമായിട്ട് ഞാൻ തെറ്റി വയ്ക്കും. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് വീട്ടിൽ ഒന്നാമതായിട്ട് പഠിക്കുക, എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി. ഞാൻ അയാൾ BSc മാത്സിന് പഠിക്കുമ്പോഴാണ് ഞാൻ പഠിപ്പിച്ചത്. അയാൾ BSc മാത്സ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിൽ പോയി എഞ്ചിനീയറിംഗ് പഠിച്ച് അയാൾ ഇംഗ്ലണ്ടിൽ വലിയ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ കോമ്പസിഷൻ അന്ന് അവർക്ക് വിജയലവൃത്തം വഞ്ചിപ്പിട്ട് പഠിക്കാൻ പോയി. അപ്പം അതിനെപ്പറ്റി എസ് ചോദിക്കും. മലയാളത്തിൽ ഇവൻ എന്നും ദരിദ്രവാസിയായ കുജേരൻ എഴുതി, ദരിദ്രനായ കുജേരൻ എഴുതി, ദരിദ്രവാസിയായ എഴുതി. എനിക്ക് തോന്നി കുറച്ച് ആയിരിക്കും ശരി. കാരണം എന്താ വെച്ചാൽ അവർ 6 കുട്ടികളുണ്ടായിട്ട് ഒരു പഠിക്കും പോകാൻ ഞാൻ തനി ദരിദ്രവാസിയുടെ അസുഖം എന്നാണ് തോന്നുന്നത്.
ഇത് ആ ക്ലാസ്സിൽ തിരുത്തണം. ആ ക്ലാസ്സിൽ തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉപയോഗിക്കുന്ന വാക്കിനെ പറ്റി കുട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. ഈ ബോധ്യം മാതൃഭൂമിയിൽ ഏതാണ്ട് ഉത്തമക്കുറിപ്പിൻ്റെ കാലം വരെ മലയാളത്തിൽ നടന്നു. ചൊവ്വാദോഷത്തിൽ നിന്ന് അദ്ദേഹം ഒരു പങ്ക്തി എഴുതിയിരുന്നു. ഇപ്പം അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. വരുന്ന പോലെ അങ്ങോട്ട് എഴുതുക. പിന്നെ അതിന് ഈശ്വരാധീനം എന്നേ പറയാൻ പാടുള്ളൂ. കുട്ടികൾ പത്രം വായിക്കാൻ വായിച്ചെങ്കിൽ അവരിത് കൂടുതൽ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു സജഷൻ കൊടുക്കാൻ പറ്റുന്നത് ഇതാണ്. മലയാളത്തിൽ 1 or 2 ഭാഷാശാസ്ത്ര പണ്ഡിതന്മാർ, ഞാൻ പറയുകയാണെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് നടുവട്ടം ഗോപാലകൃഷ്ണനെയും മലബാറിൽ നിന്ന് വേണുഗോപാല പണിക്കരെയും, ഇവർ രണ്ടുപേരെയും കൂട്ടി ഒരു മാതൃകാ ലിപി സമ്പ്രദായം ഉണ്ടാക്കുക. എന്നിട്ട് ആ ലിപി സമ്പ്രദായം ഗവൺമെൻറ് അങ്ങ് അംഗീകരിക്കും. പ്രതിഷേധിക്കും ആളുകൾ. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഏത് പ്രതിഷേധത്തിലാണ് 4 ദിവസത്തിൽ കൂടുതലായിട്ട് പിന്നെ അതങ്ങനെ പോകും. ഇത് ആളുകൾ അംഗീകരിക്കും. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും, അക്കാഡമിയുടെ പ്രസിദ്ധീകരണങ്ങൾ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ, ഗസറ്റ് ഉൾപ്പെടെ, ഗവൺമെൻറ്റിൽ നിന്ന് അറിയുന്ന ഓർഡറുകൾ ഉൾപ്പെടെ എല്ലാം ആ ലിപിയിൽ, 1ാം ക്ലാസ് തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും ആ ലിപിയിൽ അച്ചടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലിപിയുടെ യൂണിഫോമിറ്റി എല്ലാ ദിക്കിലും വരും. സ്വാഭാവികമായിട്ടും ആളുകൾ അത് ഫോളോ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ വലിയ വാചകങ്ങൾ എഴുതാനല്ല, തെറ്റുകൂടാത്ത ചെറിയ വാചകങ്ങൾ എഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ചില സ്കൂളുകളിലൊക്കെ അങ്ങനെ ചില ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൃശ്ശൂരെ 3 or 4 ഹൈസ്കൂളിലെ ഭാഷാ അധ്യാപകന്മാരെ നോക്കാം. 10-12 പേരുണ്ട്. ആ 10-12 പേര് വെച്ച് മലയാളത്തിൽ വരുന്ന സാധാരണ തെറ്റുകൾ എടുക്കും. ആ തെറ്റുകൾ എങ്ങനെ എടുക്കും ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചുരുങ്ങിയത് ഈ 10 ടീച്ചേഴ്സ് വന്ന് ആ 10 ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന കുട്ടികളെങ്കിലും ശരിക്കും ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു വാക്കുണ്ട്, തിമിംഗലം എന്നാണ് വാക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നത്. തിമിംഗലം എന്നാണ്. ഏതെങ്കിലും ഒരു കുട്ടി തിമിംഗിലം എന്ന് എഴുതിയാൽ ടീച്ചർ വെട്ടും. ശരി വാക്ക് തിമിംഗിലം ആണ്. തിമി എന്ന് പേരായ ചെറിയ മത്സ്യത്തെ ഗിലനം ചെയ്യുന്ന, ഗിലനം ചെയ്യിച്ചാൽ വിഴുങ്ങുക, തിമിയെ ഗിലനം ചെയ്യുന്ന മത്സ്യമാണ് തിമിംഗിലം. അതിപ്പോൾ തിമിംഗലം ആക്കിയിട്ടുണ്ട്. അതാണ് അംഗീകരിക്കുന്നത്. തെറ്റും ചെയ്യുന്ന മറ്റൊരു വാക്ക് പ്രതിബദ്ധതയാണ്. എല്ലാവരുടെയും പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. പ്രതിജ്ഞാബദ്ധതയാണ് വാക്ക്. കമ്മിറ്റ്മെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ പത്രക്കാർ മുഴുവൻ ഇപ്പോൾ പ്രതിബദ്ധത എന്നാണ് ഉപയോഗിക്കുന്നത്. പ്രതിജ്ഞാബദ്ധതയാണ് വാക്ക്. ഉദാഹരണം പറഞ്ഞു, ഇവരെ 4 നൂറ്റാണ്ടായി നാടിൻ്റെ പുരോഗതിക്ക് പ്രതിബദ്ധതയോടെ ശ്രമിച്ച MLAക്ക് ഉപഹാരം കൊടുത്തൊരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു. MLA സബ്മിഷൻ കൊടുക്കാറുണ്ട്. എനിക്ക് അർത്ഥം മനസ്സിലായില്ല എടുക്കല്ലേ. കാരണം 4 നൂറ്റാണ്ടായി നാടിൻ്റെ പുരോഗതിക്ക് തടസ്സം നിന്നാലെന്നാണ്. 4 നൂറ്റാണ്ടായി നാടിൻ്റെ പുരോഗതിക്ക് പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച പ്രതിജ്ഞാബദ്ധതയാണ് വാക്ക്. EMSൻ്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു. എല്ലാവർക്കും അദ്ദേഹം പ്രതിജ്ഞാബദ്ധമെന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. പ്രതിബദ്ധത എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഉണ്ട്. ശരി വാക്കുകൾ ഉള്ളപ്പോൾ നമ്മളിതിന് തെറ്റായ പദം ഉപയോഗിക്കുന്നത്. ചോദിക്കാറുള്ള യുക്തി ഇതാണ്, കുറേക്കാലം അത് ഉപയോഗിച്ച് അത് ശരിയായി തീരില്ലേ എന്നുള്ളതാണ്. എന്തിനാ ഈ വയ്യാവേലിക്ക് പോണേ? നമുക്ക് ശരിക്കും നല്ല വാക്കുണ്ടല്ലോ, അത് ഇപ്പോഴേ തന്നെ ഉപയോഗിച്ചുകൂടി എന്നുള്ളതാണ്. അക്ഷരപ്പശുകൾ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ സാങ്കേതിക വശം എനിക്കറിയില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ മൊബൈലിൽ ഫ എന്നുള്ള അക്ഷരം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഫ എഴുതി മീനിൽ ചന്ദ്രകല ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത് മാഞ്ഞു പോകും. അതാണ്. അത് വികസിപ്പിക്കുകയും എങ്ങനെയാണ് ഏത് ശബ്ദവും ഉച്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മളുടെ ടൈപ്പ് റൈറ്റിംഗ് സിസ്റ്റം മാറ്റാൻ പറ്റുന്നത്. ഇത് സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യണം. ഭാഷാപരിഷ്കരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് വിദേശ പദങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ചില ശബ്ദങ്ങൾ പുതുതായി സ്വീകരിക്കണം. അതിന് ചില ലിപികൾ സ്വീകരിക്കണം. ഇപ്പോൾ ഫ എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമുക്ക് എന്തുകൊണ്ട് ക ഖ എന്നുള്ളതിലെ ഖ എഴുതില്ല. ആ ഖ എഴുതി മേപ്പോട്ട് വെച്ചിട്ട് അത് ഒന്നും കൂടെ കുരിച്ച് ഉള്ളിലേക്കിട്ട് ഫ അതും കൂടെ കണ്ടാൽ മലയാള അക്ഷരം തന്നെ തോന്നുന്നു. ഈസിയാണ്.
പാ എഴുതുന്ന പോലെ തന്നെ ആ ഗ്രൂപ്പിനാണ് എഴുതപ്പെടുക. പ ഫ ബ ഫ എന്നുള്ള ആ രണ്ടാമത്തെ ഫ അധികരം എഴുതുന്നിടത്ത് പാക്ക് ആദ്യം കവർഗത്തിലെ അധികരം എഴുതുന്ന പോലെ ഖ എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് കുഞ്ചെഴുതി ഫ എന്ന് ചോദിക്കുക. ഈസിയല്ലേ? ഒരുപക്ഷെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ 1ാം ക്ലാസ്സുകാരന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത്തരം ലിപി സമ്പ്രദായങ്ങളിൽ തുടങ്ങി ഉച്ചാരണത്തിൽ വരെ വാക്യഘടനയിൽ തന്നെ വിശേഷണങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിക്കുന്ന ആ രീതി വരെ എല്ലാ കാര്യത്തിലും ഒരല്പം ശ്രദ്ധയും ഒരല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്താവുന്നതാണ്. അതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അതിന് മെനക്കെടാൻ വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മാർഗം മാത്രമേ ഉള്ളൂ. നമ്മളിൽ ഒരുപാട് ആളുകൾ ഇനി അവരുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഭാഷാ പരിഷ്കരണത്തെ പറ്റി നമ്മളൊരു 10-12 ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി അഭിപ്രായം അതൊക്കെ ക്രോഡീകരിച്ച് സർക്കാരിന് കൊടുക്കുമ്പോൾ ഊന്നി പറയാനുള്ളൊരു കാര്യമാണ്, വലിയ ജനാധിപത്യമൊന്നും വിശ്വസിച്ച് സർക്കാർ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടി ഇത് ഏകീകൃത രൂപം ഉണ്ടാക്കാൻ വെച്ചാൽ അത് നടത്തില്ല. ചെയ്യാവുന്നത് വളരെ ശക്തമായിട്ട് ഒരു അക്ഷര സമ്പ്രദായം ഉണ്ടാക്കുക. ഇതാണ് കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ലിപി വിന്യാസം. എല്ലാ പ്രസിദ്ധീകരണങ്ങളും ആ ലിപി വിന്യാസം വരിക. അപ്പോൾ ഇതിൽ കുറേ നന്ദി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അവസാന ഭാഗങ്ങൾ നന്നായിട്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം